ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ യുനെസ്കോ എന്താണ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് എന്താണ്, ഇന്ത്യക്കകത്ത് എത്ര വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്, അതെന്തൊക്കെ തരത്തിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ഈ മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ഇത് കൂടാതെ ഒരു 1-2 സൈറ്റുകൾ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനെ പറ്റി ഒരു ഓവറോൾ അവയർനെസ് തന്നിട്ട് 1-2 സൈറ്റുകളെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് മഹാരാഷ്ട്രയിലെ അജന്ത കേവ്സ്. 1983 ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആ ലിസ്റ്റിലേക്ക് എത്തിയ ആദ്യത്തെ സൈറ്റുകളിൽ ഒന്നാണ് അജന്ത കേവ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലോറ കേവ്സ് എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് കേട്ടോ, നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ. അപ്പോൾ ഈ 2 കേവ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ക്ലാസ് കാണുക. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് താഴെ വരുന്നൊരു ക്ലാസ്സാണ്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനത്തെ അടുത്ത ഒരു 4-5 സൈറ്റുകൾ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് കരുതി. കാരണം അപ്പോൾ കുറച്ച് കണ്ടന്റേ പറയാൻ പറ്റുള്ളൂ. ഒരു സൈറ്റിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം കൂടെ പറയുന്ന അങ്ങനത്തെ ഒരു 5-6 വീഡിയോ ആയാലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്കപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അജന്ത എല്ലോറ കഴിഞ്ഞു. ഇതേ 1983 ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ആഗ്ര ഫോർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആഗ്ര ഫോർട്ട്. അപ്പോൾ പലർക്കും ആഗ്ര ഫോർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് റെഡ് ഫോർട്ടാണ്. പിന്നെ ആഗ്രയിലുള്ള ചുവന്ന ഫോർട്ടിനെ റെഡ് ഫോർട്ട് എന്നല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിൽ വരുന്ന റെഡ് ഫോർട്ട് അത് ഡൽഹിയിലുള്ളതാണ്. ഡൽഹിയും ആഗ്രയും തമ്മിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിന്റെ ഒരു വ്യത്യാസമുണ്ട്. ആഗ്ര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരു പ്രദേശമാണ്. മുഗളന്മാരുടെ ആദ്യ ക്യാപിറ്റൽ, പിന്നീടാണ് ഡൽഹിയിലേക്കൊക്കെ മാറുന്നത്. ഈ ആഗ്രയിൽ പണി കഴിപ്പിച്ച റെഡ് സാൻഡ്സ്റ്റോണിൽ പണി കഴിപ്പിച്ചുകൊണ്ട് ചുവന്ന കോട്ടയായ ചെങ്കോട്ട, ലാൽ കില എന്നൊക്കെ അറിയപ്പെടുന്ന ആഗ്ര ഫോർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, ആഗ്ര ഫോർട്ട് 1983 മുതൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഒരെണ്ണമാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ലാൽ കില, ചുവന്ന കോട്ട. കില ഈ അക്ബറി എന്നറിയപ്പെടുന്നു. കില എന്ന് പറയുമ്പോൾ കോട്ടയാണ്. ആഗ്രയിലുള്ള ഈ ഒരു കോട്ട പണി കഴിപ്പിച്ചത് മുഗൾ രാജാവായിട്ടുള്ള അക്ബറാണ് കേട്ടോ. അപ്പോ ഡൽഹിയിലെ റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് വരിക. ഇത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മുഗളന്മാരുടെ കോഡ് നമുക്കറിയാം. ബാജി ഇൻ സൗത്ത് ആഫ്രിക്കയാണ് അല്ലെ. ഹർഭജൻ സിംഗ് ഇൻ സൗത്ത് ആഫ്രിക്ക, ബാജി സ. അപ്പൊ നമുക്കറിയാം ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ബാബറിനും ഹുമയൂണിനും ശേഷം വന്ന അക്ബർ ചക്രവർത്തി. ഈ അക്ബർ ചക്രവർത്തി 1565 പണി കഴിപ്പിച്ചു തുടങ്ങിയതാണ് ഈ ഒരു മാസീവ് ആയിട്ടുള്ള ബിൽഡിംഗ്. റെഡ് സാൻഡ്സ്റ്റോൺ ആണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ചുവന്ന കളറിന് കാരണം. പിൽക്കാലത്ത് അക്ബറിന് ശേഷം പിന്നെ മുഗൾ സാമ്രാജ്യത്തിന്റെ ആർക്കിടെക്ചർ ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചത്, മുഗളന്മാരുടെ ആർക്കിടെക്ചറിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തിലാണ്. അക്ബർ, ജഹാംഗീർ കഴിഞ്ഞിട്ടാണ് ഷാജഹാൻ. ജഹാംഗീറിന് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, മൂപ്പർ ഒപ്പിയോ അഡിക്റ്റ് ആയിരുന്നു. കള്ളുപിടിക്കാനേ മൂപ്പർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഷാജഹാന്റെ കാലഘട്ടത്തില് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ആരാ പണിതത് എന്ന് ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്, അക്ബറാണ്. ഓക്കെ, അക്ബർ ചക്രവർത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനത്തിന് നമ്മള് ഖില ഇ അക്ബരി എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഖില ഇ അക്ബരി, അക്ബറിന്റെ കോട്ട. യെസ്, എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ഇറ്റ് സെർവ്ഡ് ആസ് ദ മെയിൻ റെസിഡൻസ് ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദ മുഗൾ ഡൈനാസ്റ്റി അൺടിൽ 1638. അപ്പൊ നമുക്കറിയാം 1757 ആ കാലഘട്ടത്തിലൊക്കെ കലാപകാരികൾ വന്ന് കണ്ടതും ബഹദൂർ ഷാ നിന്ന സ്ഥലവും ഒക്കെ എന്ന് പറയുന്നത് ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. അതായത് ചരിത്രത്തിലെ ഏതോ ഒരു പോയിന്റിൽ ഈ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഞാൻ PYQ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും. അപ്പോ ഡൽഹിയിലേക്ക് മാറുന്നത് വരെ 1638 ഡൽഹിയിലേക്ക് മാറുന്നത് വരെ, എവിടെ നിന്ന്? ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറുന്നത് വരെ ആരുടെ കാലഘട്ടത്തിൽ? ഷാജഹാന്റെ കാലഘട്ടത്തിൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയ മുഗൾ രാജാവ് ഷാജഹാനാണ്. ഇതുവരെ ആഗ്രയായിരുന്നു ഇവരുടെ, അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് ആയിരുന്നു മുഗളന്മാരുടെ പ്രധാനപ്പെട്ട റെസിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ ഷാജഹാൻ എന്ന് പറയുന്ന ചക്രവർത്തി തനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ, തന്റെ 14ാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്താണ് അവര് മരിക്കുന്നത്. അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചാണ് താജ്മഹൽ. ഷാജഹാൻ, മുംതാസ്, താജ്മഹൽ. ഈ കഥ എല്ലാവർക്കും അറിയാലോ അല്ലെ. താജ്മഹൽ ആഗ്രയിലാണ്. ആഗ്രയിലെ ട്രാഫിക് ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് താജ്മഹലാണ്. അപ്പൊ ഭാര്യയുടെ കൂടെ ഇത്തിരി നേരം സമാധാനത്തോടെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്കായി. അതുകൊണ്ട് മൂപ്പൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് മാറ്റി എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ആഗ്രയിൽ ട്രാഫിക് കുറയും. ഇതല്ല കാരണം, അങ്ങനെ വിചാരിച്ചാൽ മതി. ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഡൽഹിയിലേക്ക് എത്തുന്നത് കേട്ടോ. യെസ്,
നമുക്ക് രണ്ട് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻ ജനറൽ ഇന്ത്യയിലെ ഇസ്ലാമിക സുൽത്താനറ്റുകളുടെ ബിൽഡിങ്ങുകളിൽ കാണാൻ കഴിയുന്ന രണ്ട് പേരുകളാണ് ദിവാൻ ഇ ആം, അതുപോലെ ദിവാൻ ഇ ഖാസ്. ഇതെന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ പാർട്ടി, സാധാരണ കോമണേഴ്സിന്റെ പാർട്ടി എന്നുള്ള അർത്ഥത്തിലാണ് പേര് വരുന്നത്. ഓക്കെ, അപ്പൊ ആം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ, പബ്ലിക് ആണ്. ഹോൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്, രാജാവ്, മറ്റുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സാധാരണ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചിരുന്ന ഏരിയയാണ് ദിവാനി ആം. അപ്പൊ എന്താണ് ദിവാനി ഖാസ്? ദിവാനി ഖാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ്, മറ്റുള്ള രാജാക്കന്മാർ, മറ്റുള്ള വ്യക്തികൾ, പ്രധാനികൾ, അങ്ങനെയുള്ള അവരുടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ്സ് നടന്നിരുന്ന സ്ഥലമാണ് ദിവാനി ഖാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതാ ഇപ്പൊ ഡിസ്കസ് ചെയ്ത നമ്മുടെ ഈ ലാൽ ഖിലയിലെ ഈ ദിവാനി ഖാസിൽ പ്രൈവറ്റ് ഓഡിയൻസിൽ ഒരു ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം 1674 ഡെക്കാൻ സുൽത്താനേറ്റിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് 1674 റായ്ഗഡ് ആസ്ഥാനമാക്കിയിട്ട് മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി, മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ഛത്രപതി ശിവജി. 1680 അദ്ദേഹം മരണപ്പെടുന്നത്, അല്ലേ? അതുവരെ അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഛത്രപതി. എന്നാൽ ഛത്രപതിയൊക്കെ ആകുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഡെക്കാൻ സുൽത്താനേറ്റിൽ നിന്ന് ആദിൽ ഷാഹി എന്നൊക്കെ ഒരു അകലം പാലിച്ചു നിൽക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം മൂപ്പര് മുഗളന്മാരായിട്ട് അടുത്തിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മുഗളന്മാരായിട്ട് തെറ്റി. നമുക്കറിയാം അക്ബറിന്റെ കാലഘട്ടം മുതൽ മുഗളന്മാരും രജ്പൂത്തുകളും നല്ല ബന്ധമാണ്. അക്ബറിന്റെ കാലഘട്ടത്തിൽ 7000 മാൻസബ്, അത്രയും വലിയൊരു പോയിന്റ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ റെയർ ആണ്. ഓക്കെ, മാൻസബ് സപ്ത് ഹസാരി, 7000 മാൻസബ് ഉള്ള വ്യക്തിയുടെ പേരെന്താണെന്ന് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. അപ്പൊ അന്ന് മുതലേ അത്യാവശ്യം നല്ല റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, മുഗളന്മാർക്ക് വേണ്ടി രജ്പുത്തുകൾ പല സ്ഥലങ്ങളിലും പോയി യുദ്ധം ചെയ്തിരുന്നു. അങ്ങനെ അക്ബറിന്റെ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ 1666 അപ്പൊ നമുക്കറിയാം 1658 മുതൽ 1707 വരെ ഏകദേശം ഒരു 49 വർഷം ഭരിച്ചിരുന്ന മുഗൾ രാജാവായിരുന്നു ഔറംഗസേബ്. അപ്പൊ ഔറംഗസേബിന്റെ കാലഘട്ടത്തില് ഈ ശിവാജി നമ്മുടെ ഈ കോട്ടയിലേക്ക് വരുന്നുണ്ട്. ഈ കോട്ടയിലേക്ക് വരാനുള്ള കാരണം മഹാരാഷ്ട്രയിൽ വെച്ച് അദ്ദേഹം ഒരു യുദ്ധത്തിൽ തോൽക്കുന്നതാണ്. തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ട്രീറ്റിയിൽ ഒപ്പിടും. ആ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പുരന്ദർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒപ്പിട്ട വർഷം 1665. 1665 ട്രീറ്റി ഓഫ് പുരന്ദറിൽ ഒപ്പിടാൻ കാരണം ഇതേ പുരന്ദറിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ അദ്ദേഹം തോൽക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് ഒരു രജ്പുത് രാജാവായിട്ടുള്ള ജയ്സിംഗ് ഒന്നാമനാണ്. ജയ്സിംഗ്. അപ്പൊ ഈ ജയ്സിംഗും ഞാൻ നേരത്തെ പറഞ്ഞ മാൻസബ് സപ്ത് ഹസാരിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ ജയ്സിംഗ് ശിവജിയെ തോൽപ്പിക്കുന്നു. അങ്ങനെ ശിവജിയെ ജയ്സിംഗ് തോൽപ്പിക്കുന്ന രംഗമാണിത്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഒരു ട്രീറ്റിയിലൊക്കെ ഒപ്പിടാൻ വരുന്നു. ആ ട്രീറ്റി പ്രകാരം പിന്നീട് ഛത്രപതിയായ ശിവജിയുടെ അടുത്ത് ഔറംഗസേബിനെ വന്ന് കാണാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഔറംഗസേബ് നമ്മുടെ ആഗ്ര ഫോർട്ടിന്റെ ഈ ഒരു ദിവാനി ഖാസിൽ വെച്ച് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന ഒരു രംഗമാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മറ്റുള്ള നോബിൾസിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഔറംഗസേബ് ശിവജിയോട് ആവശ്യപ്പെടുന്നു. ഹി ഫെൽറ്റ് ഇൻസൾട്ടഡ് എന്നാ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന അദ്ദേഹത്തിന് പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഹൗസ് അറസ്റ്റ്, വീട്ടുതടങ്കലിൽ വെക്കുന്നു. വീട്ടുതടങ്കൽ, കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ട, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്നാലും ഒന്ന് ചോദിച്ചിട്ട് പോകാം. കരുതൽ തടങ്കലുമായിട്ട്, പ്രിവെന്റീവ് ഡിറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ഒന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ. അങ്ങനെ കരുതൽ തടങ്കലിൽ വെച്ച ശിവജി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പഴക്കുട്ടകൾക്കും മറ്റുമിടയിലൂടെ മൂപ്പർ രക്ഷപ്പെട്ടിട്ട് പിന്നെ ഔറംഗസേബിനെതിരെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തിരിയുന്നു. മൂപ്പരുടെ തന്നെ സാമ്രാജ്യം തുടങ്ങുന്നു. ആ കഥ മറാത്ത സാമ്രാജ്യത്തിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഈ പറയുന്ന ഫോർട്ടും ശിവജിയും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ട്. പുരന്ദർ ട്രീറ്റിയാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. യെസ്, അപ്പൊ ഇത്രയുമാണ് ആഗ്ര ഫോർട്ടിനെ പറ്റി പറയാനുള്ളത്. 1983 തന്നെ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് വന്ന മറ്റൊരു സൈറ്റ്. അപ്പൊ 4ാമത്തെ അങ്ങനത്തെ സൈറ്റ് നമ്മൾ പഠിക്കുന്നത്. 4 ആദ്യ സൈറ്റുകളുണ്ട്. ആ സൈറ്റാണ് സാക്ഷാൽ താജ്മഹൽ. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ. നമ്മൾ പലരും താജ്മഹൽ കാണാനായിട്ട് ഡൽഹിയിൽ പോകും. ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവുന്നത് എഗെയിൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് എങ്ങോട്ട്, ആഗ്രയിലേക്ക്. താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോണ്യുമെന്റ്. പലർക്കും പല അഭിപ്രായം പറയാം. എന്നാൽ മെജോറിറ്റിയും പറയുന്നത് താജ്മഹൽ ആണെന്നാണ്. അതിന്റെ ആ മിനാരങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ
4 ഗാർഡൻ ഉള്ള ചാർബാഗൻ സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ മെറ്റീരിയൽസ്, മക്കറാന, രാജസ്ഥാനിലെ മക്കറാനയിൽ നിന്നുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർബിൾ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള കൊത്തുപണികൾ, പിയട്ര ഡ്യൂറ വർക്ക്, ഇതൊക്കെ നമ്മൾ കാണും. ഇതെല്ലാമാണ് താജ്മഹലിനെ ഇന്ത്യൻ മുസ്ലിം ആർട്ടിന്റെ ജുവൽ എന്ന് വിളിപ്പിക്കാനായിട്ട് യുനെസ്കോയെ പ്രേരിപ്പിച്ചത്. യുനെസ്കോയിൽ അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1983 ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള താജ്മഹലും ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. താജ്മഹൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടൂമ്പാണ്, ശവകുടീരമാണ്. ഈ വ്യക്തിന്റെ ശവകുടീരമാണ്. അത് പണിതത് ഈ വ്യക്തിയാണ്. അത് പബ്ലിക്കിൽ നിന്നും അത്ര ഓപ്പൺ അല്ല കേട്ടോ. പിന്നെ ഇതിന്റെ തന്നെ ഒരു ഫേക്ക് സാധനം അവിടെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാകും. ഇതങ്ങനെ എപ്പോഴും ഓപ്പൺ അല്ല. ആരാണ് ഈ രാജാവ്, ആരാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി എന്നുള്ളത് നമുക്ക് പഠിക്കാം. താജ്മഹൽ കാണാലോ, അതിന്റെ ഒരു എൻട്രൻസ് ആണ്. അപ്പൊ മുഗളന്മാരുടെ ഗ്രാൻഡ് ആയിട്ടുള്ള എൻട്രൻസുകളിൽ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇതിന് നിങ്ങൾ ബുലന്ദ് ദർവാസയുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബുലന്ദ് ദർവാസ? ആരാ പണി കഴിപ്പിച്ചേ? അത് എവിടെയാണ് ലൊക്കേഷൻ? ഒന്ന് പറയുക. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ബുലന്ദ് ദർവാസ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. ഇത് ബുലന്ദ് ദർവാസയല്ല, ഇത് താജ്മഹലിന്റെ എൻട്രൻസ് ആണ്. റെഡ് സാൻഡ്സ്റ്റോണും മറ്റും ഉപയോഗിച്ചിട്ടുള്ള മാർബിളിന്റെ ഒക്കെ ഉപയോഗം നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാനായിട്ട് സാധിക്കും. താജ്മഹൽ, ക്രൗൺ ഓഫ് ദ പാലസ്, ആഗ്രയില് യമുന നദിയുടെ തീരത്ത്. അപ്പൊ ഇത് താജ്മഹലിന്റെ ആ ഒരു ബാക്ക് സൈഡാണ്. ഇതാണ് യമുന നദി. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ സൈഡിലൂടെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഒരു ബിൽഡിംഗ്, അത് ബ്ലാക്ക് താജ്മഹൽ എന്നൊക്കെ പറയുന്ന ചില കോൺസ്പിറസി തിയറി, ഇലിമിനാറ്റി കഥകൾ എന്നൊക്കെ പറയാം. നമുക്കൊരു എന്തായാലും ബിൽഡിംഗ് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ബ്ലാക്ക് താജ്മഹൽ പണിയാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആഗ്രയിൽ യമുനയുടെ തീരത്താണ് സാക്ഷാൽ താജ്മഹൽ ഇരിക്കുന്നത്. നമുക്കറിയാം ബാജിസായില് ഷാജഹാൻ എന്ന് പറയുന്ന ചക്രവർത്തി, 5ാമത്തെ മുഗൾ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പത്നിമാരിൽ ഏറ്റവും പ്രിയപ്പെട്ട പത്നി എന്നറിയപ്പെടുന്ന മുംതാസ് മഹൽ, തന്റെ 14ാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്താണ് മൂപ്പത്തി മരണപ്പെടുന്നത്. പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആണ് കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ആള് മരണപ്പെട്ടപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് മരണപ്പെട്ട വർഷം 1631 അദ്ദേഹം ഒരു മോണുമെന്റ് പണിയെടുപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, ആ മോണുമെന്റിന്റെ പണി 1632 തുടങ്ങുന്നു. ഈ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിലെ ഇത് ഏകദേശം 1648 കംപ്ലീറ്റ് ആകുന്നുണ്ട്. എന്നാൽ ചുറ്റുംപുറമുള്ള ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളും ഈ ഗാർഡനും ഒക്കെ പണിയെടുപ്പിക്കാൻ വീണ്ടും ഒരു 5 വർഷം എടുത്തു. അതാണ് ചില സോഴ്സിൽ 1653 കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. ആക്ച്വലി ഈ പ്രധാനപ്പെട്ട ബിൽഡിംഗ് 48 തന്നെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ആ സുന്ദരിയായ മുംതാസ് മഹൽ. യെസ്, ഇനി ആരാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് പണിയെടുപ്പിച്ചത്? ആ ആർക്കിടെക്റ്റിന്റെ പേരെന്താണ്? ആ ആർക്കിടെക്റ്റിന്റെ പേരാണ് ഉസ്താദ് അഹമ്മദ് ലാഹോറി. ലാഹോറിൽ നിന്നുള്ള ഉസ്താദ് അഹമ്മദ്. ഓക്കെ, ചില സോഴ്സിൽ പറയും ഉസ്താദ് ഈസ ഷിരാസി എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരാണ് ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ്. ഒന്നിലധികം ആർക്കിടെക്റ്റുകൾ ആ വർക്കിൽ ഇൻവോൾവ് ആണ്. ഉസ്താദ് അഹമ്മദ് ലാഹോറിയുടെ ഒരു അസിസ്റ്റന്റ് ആർക്കിടെക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉസ്താദ് ഈസയെ പറ്റി പറയാം. ഈ താജ്മഹലിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധനം, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു ഗാർഡൻ ആണ്. പോയിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടാൽ മതി കേട്ടാ. അങ്ങനെ കാണുന്ന ഒരു സാധനം 4 ഗാർഡൻസ്, ചാർ എന്ന് വെച്ചാൽ 4 ചാർ ബാഗൻ സ്റ്റൈൽ. മുഗളന്മാരാണ് ഇന്ത്യയിൽ ചാർ ബാഗൻ സ്റ്റൈൽ കൊണ്ടുവന്നത്. മുഗളന്മാർ ഇന്ത്യയിൽ വരുന്നത് 1526 1ാം പാനിപ്പട്ട് യുദ്ധത്തിന് ശേഷമാണ്. 1ാം പാനിപ്പട്ട് യുദ്ധത്തിൽ ലോധികളിലെ അവസാനത്തെ രാജാവിനെ തോൽപ്പിക്കുന്ന ആര്? ബാബർ. ആ തോൽപ്പിച്ച രാജാവിന്റെ പേരെന്ന് പറയണേ. അങ്ങനെ ബാബർ ആണ് ഇന്ത്യയില് ഈ പറയുന്ന ചാർ ബാഗൻ സ്റ്റൈല് കൊണ്ടുവരുന്നത്. ഓക്കെ, ചാർ ബാഗൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ 1, 2, 3, 4 നമുക്ക് ആവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ അതിന്റെ സൈഡിലുണ്ടാവും. നമുക്ക് തിരിച്ച് താജ്മഹലിലേക്ക് വരാം. താജ്മഹൽ പണി കഴിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് ഇന്നും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആസിഡ് റെയിനും മറ്റ് യമുനയിലെ ആ ഭാഗത്തുള്ള പൊല്യൂഷൻ കാരണം അതിന്റെ കളറിനൊരു മങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന ആ മാർബിൾ, ആ വൈറ്റ് മാർബിൾ സോഴ്സ് ചെയ്തത് രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുമാണ്. പല ടൈലുകളുടെ മുമ്പിൽ കണ്ടിട്ടില്ലേ മക്രാന മാർബിൾ എന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ താജ്മഹൽ പണി കഴിപ്പിച്ച അതേ മാർബിൾ കൊണ്ട് നിങ്ങളുടെ വീട് പണിയുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മക്രാന മാർബിൾ. ഇതേപോലെ അതിന്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകളും അവിടെ പോയി മറ്റും പണിയാനായിട്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്.
അത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം മുതൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുത്തബ് മിനാർ നോക്കിയാൽ ഖാവത്തുൽ ഇസ്ലാം മോസ്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് സാൻഡ്സ്റ്റോണിന്റെ ഉപയോഗം കാര്യമായിട്ട് കാണാൻ സാധിക്കും. ഈ താജ്മഹൽ പ്യുവർ വൈറ്റ് അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില സ്ഥലങ്ങളിൽ കളർഫുൾ ആയിട്ട് നീല കളർ, ചുവപ്പ് കളർ, പച്ച കളറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? അത് പ്രഷ്യസ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് അതിനകത്തേക്ക് ആ മാർബിളിൽ ഒരു കൊത്തുപണി നടത്തി അതിനകത്തേക്ക് ഇങ്ങനെ വച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ പരിപാടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിയട്ര ഡ്യൂറ. മറ്റൊരു PYQ പിയട്ര ഡ്യൂറ. താജ്മഹലിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കകത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. താജ്മഹലിലെ പിയട്ര ഡ്യൂറയുടെ ഒരു ചിത്രമാണിത്. അതായത് ആ മാർബിളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് കൊത്തിയെടുത്തിട്ട് അതിലേക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ലാപ്പിസ് ലസൂളി, ജാസ്പർ, ജെയ്ഡ് അങ്ങനെ പല പല കല്ലുകൾ വയ്ക്കും. ലാപ്പിസ് ലസൂളി ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു തുടങ്ങി ഇൻഡസ് വാലി മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ലാപ്പിസ് ലസൂളി കിട്ടിക്കൊണ്ടിരുന്ന സോഴ്സ് ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സൈറ്റിൽ നിന്ന് ഇന്ത്യക്കകത്തല്ല, ആ സൈറ്റിൽ നിന്ന് എവിടെയാണെന്ന് പറയുക, ആ സൈറ്റിന്റെ പേരും പറയുക. ലാപ്പിസ് ലസൂളി ഇൻഡസ് വാലി സിവിലൈസേഷൻകാർക്ക് കിട്ടിയ സൈറ്റ് ഏതാണെന്ന് പറയുക. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അറിയാവുന്ന കാര്യങ്ങൾ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കുന്ന രീതിയാണ് നമ്മൾ പിയട്ര ഡ്യൂറ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ പല പല പൂവുകൾ, മറ്റ് പാറ്റേൺസ് ഒക്കെ കാണാൻ സാധിക്കും. വളരെ വൈബ്രന്റ് ആയിരിക്കും. ആ ജസ്റ്റ് വെള്ളം മാത്രമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ള സാധനമാണ്. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഈ പിയട്ര ഡ്യൂറ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും തരുന്നത്, പർച്ചിൻ കരി. അതായത് ഇങ്ങനെ പറിച്ചെടുത്ത് വെക്കുക എന്ന് ഓർത്താൽ മതി കേട്ടാ, പർച്ചിൻകാരി. അപ്പൊ ഏത് വ്യക്തിയുടെ കീഴിലാണ് പിയട്ര ഡ്യൂറ അല്ലെങ്കിൽ പർച്ചിൻകാരി ഇത്രയും പ്രോമിനന്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താജ്മഹൽ പണി കഴിപ്പിച്ച ഷാജഹാന്റെ കാലഘട്ടത്തിലാണ്. താജ്മഹലാണ് മുഗൾ ആർക്കിടെക്ചറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോണുമെന്റ്. വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഹുമയൂൺസ് ടൂം ഉണ്ട്, ബീബി കാ മക്ബാര ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. താജ്മഹൽ മുഗൾ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക, മുഗളന്മാർ വന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്നുമാണ്. അപ്പൊ അവിടെ നമുക്കൊരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും, ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഇന്ത്യ ഭരിച്ച ഒരു ഇസ്ലാമിക ഡൈനാസ്റ്റിയാണ് മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും, ആ മിനാരങ്ങളും ഡോമുകളും മറ്റും. അപ്പോൾ മുഗൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് പേർഷ്യൻ, ഇന്ത്യൻ ആൻഡ് ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഈ മൂന്ന് സാധനങ്ങളും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന മുഗൾ ആർക്കിടെക്ചറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് താജ്മഹൽ ഓഫ് ആഗ്ര? ഇമിറ്റേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഔറംഗസേബ് ദേഷ്യപ്പെടും. എന്നാലും മൂപ്പരുടെ ഒരു താജ്മഹലിന്റെ വെർഷൻ, താജ്മഹൽ ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിച്ചപ്പോൾ ഔറംഗസേബ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ബിൽഡിംഗ് ആണ്. അത് ഔറംഗാബാദിലിരിക്കുന്നത്. നമുക്കറിയാം ഔറംഗസേബിന്റെ അവസാന കാലഘട്ടം ഡെക്കാണിലായിരുന്നു. മൂപ്പര് ഡൽഹിയിൽ കിടന്ന് മരിച്ച മനുഷ്യനല്ല, ഡെക്കാൻ പോളിസിക്കയുടെ അവിടെ കിടന്നിട്ട് വയ്യാണ്ട് മരിച്ച മനുഷ്യനാണ്. ആ ഔറംഗാബാദില് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് അറിയപ്പെടുന്നത് ഉള്ള ബിൽഡിംഗ് ആണ്. ശരിക്കും പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ പറഞ്ഞു, താജ്മഹൽ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് എങ്ങനെ വരുന്നു. എന്താണെങ്കിലും താജ്മഹലിന്റെ അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല. ആ ബിൽഡിംഗ് ആണ് ബീബി കാ മക്ബാര, ടൂംബ് ഓഫ് ദ ലേഡി. സാക്ഷാൽ ഔറംഗസേബ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ വളരെ താജ്മഹലുമായിട്ട് വളരെ സാമ്യം കാണാൻ സാധിക്കും. ഈ ഔറംഗസേബിന്റെ ഭാര്യയില്ലേ, മൂപ്പത്തിയുടെ പേരെന്താണെന്നും നിങ്ങളൊന്ന് പറയണം കേട്ടോ. മൂപ്പത്തിയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, യെസ്. അടുത്തത് 984. ഇപ്പൊ 83 കഴിഞ്ഞു, 984. ഒഡീഷയിലെ പൂരി എന്ന് പറയുന്ന ജില്ല, പൂരി ജഗന്നാഥ ക്ഷേത്രം കണ്ടുണ്ടാവും. ഇതേ പൂരിയിലാണ് കൊണാർക്ക് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ഈ കൊണാർക്കില് സൂര്യദേവന് വേണ്ടി, സൺ ഗോഡിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ കുറെ ഈ കാണുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ട് കേട്ടോ. ഇന്ന് അവശേഷിക്കുന്ന ഈ ഒരു ക്ഷേത്രം വളരെ ഫേമസ് ആണ്. അതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം, കൊണാർക്ക് സൺ ടെമ്പിൾ. 984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആകുന്നത്. അപ്പൊ ഇതാണ് സൂര്യദേവൻ. ഓക്കെ, ഈ സൂര്യദേവന്റെ ഒരു തേര് പോലെ, രഥം പോലെയാണ് ഈ ഒരു ക്ഷേത്രത്തിനെ, നമ്മളതിന്റെ നശിക്കപ്പെട്ടു പോയ ഭാഗത്തിനെ ആർക്കിയോളജിസ്റ്റുകൾ ഒന്ന് വീണ്ടും ചിന്തിച്ചെടുത്തപ്പോൾ സൂര്യദേവന്റെ ഒരു തേര് പോലെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ തേരിൽ ഒരുപാട് ചക്രങ്ങൾ, എത്ര ചക്രങ്ങൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിലൊരു എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാർവിങ്സ് ആണ് കാണാൻ സാധിക്കുന്നത് നോക്കി.
അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇതുവരെ ഒഡീഷ പോയിട്ടില്ല, എന്തെങ്കിലും പോകുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, യെസ്. ഏത് നൂറ്റാണ്ടിലാ? 13-ാം നൂറ്റാണ്ടിൽ. 13-ാം നൂറ്റാണ്ടിൽ. ആരാ പണി കഴിപ്പിച്ചേ? ഒഡീഷ ഭരിച്ചിരുന്ന ഒരു രാജവംശം, അവരാണ് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഞാൻ അപ്പോൾ അവരുടെ മാപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏകദേശം 1250. അപ്പൊ 1250 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, 1206 മുതൽ 1290 വരെ നോർത്തില് ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ലേവ് ഡൈനാസ്റ്റിയാണ്. അവരുടെ സമയത്ത് സൗത്ത് ഇന്ത്യയിലേക്കോ ഒഡീഷയിലേക്കോ മറ്റോ എത്തിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഡൈനാസ്റ്റിയാണ്. ഏതാണ് അവര്? കിഴക്ക് ഭാഗത്തുള്ള കിഴക്കൻ ഗംഗ ഡൈനാസ്റ്റി. അവരുടെ രാജാവായിരുന്ന നരസിംഹദേവ ഒന്നാമൻ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. മൂപ്പര് പണി കഴിപ്പിച്ച ഈ ഒരു ടെമ്പിൾ. ഓക്കെ, അപ്പൊ ആ ടെമ്പിളിന്റെ ഒരു റീകൺസ്ട്രക്ട് ചെയ്ത രൂപമാണിത്. ഈ ശിഖര എന്ന് പറയുന്ന ഇത്രയും പൊക്കമുള്ള ബിൽഡിംഗ് ഒക്കെ നശിച്ചുപോയി. നമുക്കത് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെയുള്ള വലിയൊരു ശിഖരമൊക്കെ കാലക്രമേണ ആക്രമണങ്ങളിലും അല്ലാതെയും നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ഇത് പണി കഴിപ്പിച്ച ആർക്കിടെക്ചറൽ സ്റ്റൈല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്തോളുക. അതാണ് ഒഡീഷ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഒരു റീജിയണൽ വേരിയേഷൻ ആണ്. ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കലിംഗ, അശോകന്റെ ഫേമസ് കലിംഗ യുദ്ധമൊക്കെ അറിയാലോ. അശോകന്റെ കലിംഗ യുദ്ധം നടന്ന ഏത് വർഷമാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇത് കലിംഗ ആർക്കിടെക്ചർ എന്നും അറിയപ്പെടും. കലിംഗ ആർക്കിടെക്ചർ ഈസ് എ റീജിയണൽ വേരിയന്റ് ഓഫ് നഗര ആർക്കിടെക്ചർ. നഗര ആർക്കിടെക്ചറിന്റെ ഒഡീഷ ഭാഗത്തുള്ള ഒരു വേരിയന്റ് ആണ് കലിംഗ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നഗര ആർക്കിടെക്ചർ? ഉത്തരേന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിൽ സാധാരണയായി കണ്ടുവരുന്ന ടെമ്പിൾ ആർക്കിടെക്ചറാണ് നഗര. സൗത്ത് ഇന്ത്യയിൽ അത് ദ്രാവിഡ. രണ്ടിന്റെയും കൂടെ മിക്സ് ആയിട്ട് ഈ ഡെക്കാൻ ഭാഗത്തൊക്കെ കാണുന്നതാണ് വെസര. അത് മൂന്നും ഞാൻ ബ്രീഫായിട്ട് ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ, വളരെ ബ്രീഫായിട്ട് ഇന്ന് പറഞ്ഞുതരാം. യെസ്, ഈ ഒരു ക്ഷേത്രം നോക്കുമ്പോൾ, സൂര്യദേവന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം നോക്കുമ്പോൾ 24 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചക്രങ്ങൾ. നേരത്തെ കാണിച്ചു തന്ന വീൽസ് ഇല്ലേ, ഇതാ ഇതുപോലുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കൊത്തുപണികളുള്ള ചക്രങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ 24 ചക്രങ്ങളുള്ള ഒരു രഥം കൊണ്ടുപോകാൻ ആര് വേണം? കുതിരകൾ വേണം. എത്ര ഉണ്ട്? 7 കുതിരകളുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ 24/7 അവൈലബിൾ ആണെന്ന് പറയില്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ പല സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. ഇത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാസങ്ങളെ സൂചിപ്പിക്കുന്നു. 7 എന്ന് പറയുന്നത് പ്രകാശത്തിലെ അതിൽ നിറത്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ വീക്ക്. അങ്ങനെ പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എന്താണെങ്കിലും 24/7 ഉണ്ടെന്ന് ഓർക്കുക. 24 വീലുകളും 7 കുതിരകളും അവര് തെളിക്കുന്ന, അല്ലെങ്കിൽ അവര് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രഥമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിനെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാന് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു. കലിംഗ നഗരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സിറ്റി. കലിംഗ ഇന്നത്തെ ഒഡീഷ. ഇവര് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. ഈസ്റ്റേൺ ഗംഗ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഗംഗ ഉണ്ടോ എന്നൊരു സംശയം വരാം. നമ്മുടെ ക്ലാസ്സിൽ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അധികം പഠിച്ചിട്ടില്ല, ബ്രീഫ്ലി പറഞ്ഞു പോയിട്ടുള്ളൂ. കാരണം അവരിൽ നിന്ന് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുള്ളൂ, അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഇത് കിഴക്കല്ലേ, ഇത് പടിഞ്ഞാറാണ്. ഇന്നത്തെ കർണാടക ഭാഗമായിരുന്നു പ്രധാനമായിട്ടും വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയുടെ ആസ്ഥാനം. കർണാടകയിൽ ഒരു സ്ഥലം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയും. റൈറ്റ് സൈഡിലുള്ള ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ശ്രാവണബെലഗോള. കർണാടകയിലെ ശ്രാവണബെലഗോള. അവിടെ കാണുന്ന ഈ ഒരു നഗ്നമായിട്ടുള്ള ഒരു ജൈന പ്രതിമ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹമാണ് ഗോമതേശ്വര ബാഹുബലി. അപ്പൊ നഗ്നമായിട്ടുള്ള പ്രതിമ എന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം ജൈനമതം രണ്ടായപ്പോ, ദിഗംബര ശ്വേതാംബരാസ് ആയപ്പോ, അതില് വസ്ത്രം ധരിക്കാത്തവർ, അല്ലെങ്കിൽ ആകാശത്തിനെ വസ്ത്രമാക്കിയെന്ന് അർത്ഥം വരുന്നവർ, അവരാണ് ദിഗംബരന്മാര്. ഓക്കെ, ദിഗംബരാസ്. അപ്പോ ഈ ദിഗംബര ജൈൻ ബാഹുബലി പ്രതിമ പണി കഴിപ്പിച്ചത് വെസ്റ്റേൺ ഗംഗയാണ്. അഗൈൻ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ, അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നത്. ഈസ്റ്റേൺ ഗംഗ എന്ന് പറയുമ്പോൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, കമന്റായിട്ട് പറയാനേ. ഈ വ്യക്തിയില്ലേ ബാഹുബലി, ഗോമതേശ്വര ബാഹുബലി, മൂപ്പരുടെ അച്ഛന്റെ പേരെന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. കമന്റായിട്ട് പറഞ്ഞാലില്ലെങ്കിലും കമന്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അച്ഛനും ജൈനമതവും തമ്മിൽ എന്താണ് ബന്ധം? ഈ വ്യക്തിയുടെ അച്ഛനും ജൈനമതവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കിയിട്ട് പറയുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള പേരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊണാർക്കിലെ ക്ഷേത്രം കണ്ടില്ലേ. കൊണാർക്കിലെ ക്ഷേത്രത്തിന് അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രാനൈറ്റിന്റെ കളർ കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ, ഇപ്പൊ കടൽ തീരത്താണല്ലോ ഒഡീഷ എന്ന് പറയുമ്പോൾ, ഈസ്റ്റേൺ കോസ്റ്റ് അല്ലേ, ഇതാ ഈ ബേ ഓഫ് ബംഗാൾ ഭാഗത്ത്. അപ്പൊ ദൂരെ നിന്ന് സെയിലേഴ്സ് നോക്കുമ്പോൾ ഇതൊരു കറുത്ത കളറിലാണ് കാണുന്നത്. കറുത്ത കളറിൽ ഈ വലിയ ക്ഷേത്രങ്ങളെ, ആ ഒരു മോണിമെന്റ്സിനെ, ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വിളിക്കുന്നത് പഗോഡകൾ എന്നാണ്.
പഗോഡ. പാമ റിപ്ലൈ ആയി. ബ്ലായിന്റെ ആ ലാ ഭാഗം ബ്ലായിൽ കയറി വന്നാണ്. അപ്പോ കറുത്ത കളറിലുള്ള പഗോഡ, ബ്ലാക്ക് പഗോഡ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, സൂര്യന്റെ വെയിലടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടാൻ അടിക്കും. ടാൻ അടിച്ചപ്പോൾ മൂപ്പരുടെ നിറം ഇച്ചിരി കുറഞ്ഞു. യൂറോപ്യൻ സെയിലേഴ്സ് അവർ ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ആ ഭാഗമുണ്ട്, അത് ഇന്ന സ്ഥലമാണ്, ഒഡീഷയാണ്, അങ്ങനെ അവർക്കൊരു നാവിഗേഷന് വേണ്ടി ഹെൽപ്പും ചെയ്തിരുന്നത്. ഇതാണ് ബ്ലാക്ക് പഗോഡ. ബ്ലാക്ക് പഗോഡ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വൈറ്റ് പഗോഡ പറയണം. അതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റനാണ്. ഇതേ ഒഡീഷയിലെ പൂരി ഭാഗത്തുള്ള ജഗന്നാഥ ക്ഷേത്രം, പൂരി ജഗന്നാഥ് എന്ന് പറയുന്ന വ്യക്തി വിഷ്ണുവിന്റെ ആ ഭാഗത്തുള്ള ഒരു രൂപമാണ് കേട്ടോ. വിഷ്ണുവിന്റെ ആ ഭാഗത്തുള്ള ഒരു റീജിയണൽ രൂപമാണ് പൂരി ജഗന്നാഥ് എന്ന് പറയുന്നത്. നമ്മുടെ കൽപ്പാത്തി രഥോത്സവം പോലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര ഭയങ്കര ഫേമസ് ആണ്. മനസ്സിലാക്കണം, ഈ പൂരി ജഗന്നാഥ ക്ഷേത്രം വളരെ ഫേമസ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് യെറ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അത് നിലവിലൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ല. പല പല കാര്യങ്ങൾക്ക് വേണ്ടി അതിനൊരു വൈറ്റ് പ്ലാസ്റ്റർ കോട്ട അവർ കൊടുത്തിട്ടുണ്ട്, കടൽക്കാറ്റടിക്കുമ്പോഴും മറ്റും ഡാമേജ് സംഭവിക്കാതിരിക്കാനൊക്കെ. അതുകൊണ്ട് ദൂരെ നോക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് വെളുത്തിരിക്കും. അതുകൊണ്ട് അത് എങ്ങനെ അറിയപ്പെട്ടു? അത് വൈറ്റ് പഗോഡ എന്നറിയപ്പെട്ടു. നമ്മളിപ്പോൾ പറഞ്ഞ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിലെ, ഇതേ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിലെ അനന്തവർമ്മൻ ചോദഗംഗ എന്ന് പറയുന്ന രാജാവ് 11-12 നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചാണ് ഈ പറയുന്ന പൂരി ജഗന്നാഥ ക്ഷേത്രം, വിച്ച് ഇസ് നോട്ട് യെറ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ചിലപ്പോൾ നാളെ നിങ്ങൾ കേൾക്കുമായിരിക്കും, നാളെ ആയി എന്നുള്ളത് നിങ്ങൾ കേൾക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിനെ പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ സൺ ടെമ്പിളിനെ പറ്റി പറയാനുള്ളത്. യെസ്, ഓക്കെ. ഈ ഒരു ആർക്കിടെക്ചറും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്താൻ കേട്ടോ. ഈ ഒരു ആർക്കിടെക്ചർ നിങ്ങൾ ത്രൂ ഔട്ട് ഇന്ത്യ എവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ കാണാൻ സാധിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ആണിത്. ആ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ഗർഭഗൃഹ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു അതിന്റെ മുകളിൽ ഒരു ആർക്കിടെക്ചർ കാണാൻ സാധിക്കും. ശിഖര എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന മണ്ഡപമുണ്ട്, അർദ്ധ മണ്ഡപമുണ്ട്, അല്ലെങ്കിൽ ചുറ്റും നടക്കാനുള്ള പ്രദക്ഷിണ പാത. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ റീജിയണൽ വേരിയൻസിലും ഓൾമോസ്റ്റ് ഒരേപോലെ കാണുന്നത്. എന്നാൽ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. നോർത്ത് ഇന്ത്യയിലുള്ള സ്റ്റൈല്, ഉത്തരേന്ത്യയിലുള്ള സ്റ്റൈല്, അതാണ് നഗര ഫോം ഓഫ് ആർക്കിടെക്ചർ. ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, സൗത്ത് ഇന്ത്യ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് പാണ്ഡ്യന്മാരുടെ ക്ഷേത്രം, ചോളന്മാരുടെ ക്ഷേത്രത്തിലൊക്കെയാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ആക്ച്വലി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഇല്ല എന്ന് തന്നെ പറയാട്ടോ. മലയാളികൾ വിഷമിക്കേണ്ട, ഇല്ലാത്തതുകൊണ്ടാണ്. സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ ആണ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സൗത്ത് ഇന്ത്യ. ഈ നോർത്ത് പ്ലസ് സൗത്ത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഡെക്കാൻ ഭാഗത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ സഹിതം ഞാനിത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ദ്രാവിഡ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ സതേൺ ഭാഗത്താണ്. ചോളന്മാര് പണി കഴിപ്പിച്ച ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂർ, അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാ. നമ്മൾ പഠിക്കണം, കുറച്ച് മുമ്പ് പഠിക്കും. നഗര സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. മധ്യപ്രദേശിലെ ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് മറ്റൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അവിടെയുള്ള കാന്തരീയ മഹാദേവ ടെമ്പിൾ. ഈ ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഇറോട്ടിക് സ്കൾപ്ചേഴ്സാണ് വരുന്നത്. ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സ്കൾപ്ചേഴ്സ് ആണ്. അതിനു വേണ്ടി ഫേമസ് അല്ല, അത് ഈ കാമസൂത്രം പോലെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. പ്രധാനമായിട്ടും അവിടുത്തെ സോഷ്യൽ ലൈഫുകൾ മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഖജുരാഹോ ക്ഷേത്രവും നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കാൻ വേണ്ടി പോകും. ഈ ദ്രവീഡിയൻ പ്ലസ് നഗര രണ്ടും കൂടെ ചേരുന്ന ആ ഒരു സ്റ്റൈല്, അതാണ് വെസര സ്റ്റൈൽ. ഒരു ഡെക്കാൻ ഭാഗത്ത് കർണാടക ഭാഗത്തുള്ള ഹൊയ്സാലേശ്വര ടെമ്പിൾ ഹാലബീഡു, ഹൊയ്സാലേശ്വര ടെമ്പിൾ ഈ അടുത്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പ്രഖ്യാപിച്ചത്. അതും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നഗര, ദ്രാവിഡ, വെസര, ഇതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. അപ്പൊ അടുത്ത പാർട്ടിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്നത് മഹാബലിപുരത്തുള്ള ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഈ ഷോർട്ട് ടെമ്പിൾ കണ്ടിട്ടുണ്ടോ? ബുൾ, കാള, സിംഹം, പഞ്ചരഥങ്ങൾ, ഇത് പണി കഴിപ്പിച്ച രാജവംശത്തിന്റെ പേര് പല്ലവാസ് എന്നാണ്. അവരുടെ ഒഫീഷ്യൽ സിമ്പിൾ നമുക്ക് ഇപ്പോൾ ചോള ചേര പാണ്ഡ്യാസിന്റെ ഒഫീഷ്യൽ സിമ്പിൾ നമുക്ക് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ പല്ലവന്മാരുടെ ചോദിക്കാം. ഈ പല്ലവന്മാരുടെ ഒഫീഷ്യൽ സിമ്പിളും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഓക്കെ, 984 ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ
യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മഹാബലിപുരത്താണ്. റെഡി? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് ജി കെക്ക് മാത്രമായിട്ട് പഠിക്കാനായിട്ട് ഒരു പുതിയ ബാച്ച് സൈലം ആരംഭിക്കുകയാണ്. അതാണ് ജി കെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ചേരുന്ന, ലൈവ് ക്ലാസ്സുകളിലൂടെ റിവിഷൻ നടത്തുന്ന SSC-RRBയുടെ എല്ലാ പരീക്ഷകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുള്ള മലയാളത്തിൽ പഠിപ്പിക്കുന്ന ബാച്ചായിരിക്കും ജി കെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തരാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അങ്ങേയറ്റം അഫോർഡബിലിറ്റിയിലാണ് ഈ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. 2000 രൂപയുടെ ചോടെയാണ് വരുന്നത്, 1999 രൂപ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജി കെ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, SSC ആകട്ടെ RRB ആകട്ടെ നിങ്ങൾ എഴുതുന്ന പരീക്ഷ ജി കെ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു ബാച്ചിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യെസ്, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ ജി കെയിൽ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാം. ഓക്കെ, ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.